ഹലോ, വെൽക്കം ടു ക്രോഷനി ഹാൻസ്. ഇനി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഹെഡ് ബാൻഡ്, അതേപോലെ തന്നെ ബേബി ഡ്രസ്സ്, ഫ്രോക്ക് അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3mm ക്രോഷ്യോ ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 4 പ്ലേ കോട്ടൺ, ഞാൻ വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് അറിയുന്ന ആർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്തതിനു ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. 27 ചെയിൻ സ്റ്റിച്ചസ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ വലുപ്പം ഇനിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യാം കേട്ടോ. ഞാനൊരു ഹെഡ് ബാൻഡിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ 27 സ്റ്റിച്ചസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 27 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 6 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 7ാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹുക്കിലൊരു പ്രാവശ്യം യാണ് ചുറ്റിയതിന് ശേഷം ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരാം. വീണ്ടും ഹുക്കിലൊരു പ്രാവശ്യം യാണ് ചുറ്റിയിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുവരിക കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ 1 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു പ്രാവശ്യം ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ റൗണ്ടിലും ഈ ഒരു റൗണ്ടിൽ എല്ലാ സ്റ്റിച്ചസിലും ഈ സെയിം പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. അതായത് 1 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ എൻഡ് വരെ ചെയ്യാനുള്ളത്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം, 2 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, ആ സെയിം സ്പേസിൽ തന്നെ കേട്ടോ. 1 ഡബിൾ ക്രോഷ്യ അടുത്ത സ്റ്റിച്ചിലാണ്. 1 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ എൻഡ് വരെ ചെയ്യാം കേട്ടോ. ഈ ഒരു എൻഡ് വരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് കേട്ടോ യാണ് കിട്ടുന്നുണ്ടാവുക. എന്നിട്ട് അടുത്ത റൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഈ ഒരു വർക്ക് ഒന്ന് ടേൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ആദ്യത്തെ, അതായത് ഈ വലിയ ഹോളില്ലേ അതിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 1 2 3 4 5 and 6. ഓക്കെ, ഇപ്പോൾ ഇവിടെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത സ്പേസ് ചെറിയ സ്പേസാണ് കേട്ടോ അടുത്ത ഹോള് വരുന്നത്. അപ്പോൾ അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്പേസ് കുറച്ച് വലിയ സ്പേസാണ്. അപ്പോൾ അതിൽ ഇതേപോലെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. ഇനി ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്ത് പോകാനുള്ളത്. ഇതിൻ്റെ അവസാനം മാത്രം ചെറിയൊരു മാറ്റമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതിലും 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലും 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്തുള്ള സ്പേസിൽ, അതായത് ആ ചെറിയൊരു ഹോളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത വലിയ ഹോളിൽ ഇതേപോലെ തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഈ ഒരു റോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇതേപോലെ 6 ഡബിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ആ ഒരു ഹോള് മാത്രം ഒഴിച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ എൻഡിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുവരെ ഉള്ളതിൽ ഫുള്ള് നമ്മൾ 6 ഡബിൾ ക്രോഷ്യ അല്ല ചെയ്തത്. അവസാനത്തെ ഒരു ഹോളിൽ മാത്രം നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചെറിയ ഒരു മാറ്റം ഉണ്ടെന്നുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. എല്ലാ ഹോളിലും 6 ഡബിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. അവസാനത്തെ ആ ഒരു റോല് മാത്രം 8 ഡബിൾ ക്രോഷ്യ ചെയ്യാം.
അങ്ങനെ ഇട്ട് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1 ചെയിൻ ചെയ്തിട്ട് കുറച്ച് യാണ്, അതായത് നമുക്ക് ഇതൊന്ന് തുന്നി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ കുറച്ച് യാണ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നീഡിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് തുന്നി കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്ത് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കണം കേട്ടോ. ഗമ്മ് വെച്ച് ഒട്ടിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും പെർഫെക്റ്റായിട്ടും ഭംഗിയായിട്ടും കിട്ടുന്നത് ഇതേപോലെ നീഡിൽ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഫ്രോക്കിലാണെങ്കിലും അതേപോലെ ഹെഡ് ബാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എല്ലാ ഭാഗത്തും നീഡിൽ വെച്ച് തുന്നി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഹൈഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.